ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ജന്മകൽപ്പനയിലെ പ്രഭവിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പ്രീതിയുടെ ഇഷ്ടം തുറന്നു പറയുകയാണ് ആകാശിനോട്. ആകാശിന് അത് സന്തോഷമാവാണ്. അവരുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ഐഡിയ വർക്കൗട്ട് ആയതിൽ അവർക്കും സന്തോഷമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രീതി പറയുന്നത് എന്തായാലും പ്രീതിക്ക് ആ കുടുംബത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് കാര്യമല്ലോ, മനോരമ ആൻറ്റിക്കൊന്നും പ്രീതിനെ ഇഷ്ടമാവില്ല, ആകാശിൻ്റെ അമ്മയ്ക്ക് പ്രീതിനെ ഇഷ്ടമാവില്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതി ഇറങ്ങിപ്പോവാണ്. അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചതിൻ്റെ ദേഷ്യത്തിലേക്ക് പ്രീതി ഇറങ്ങിപ്പോവാണ്. പ്രീതി ഇറങ്ങിപ്പോയുമ്പോൾ ശ്രുതി പിടിച്ചു നിർത്താനൊക്കെ പോകുന്നുണ്ട്. പിടിച്ചു നിർത്തുമ്പോൾ ശ്രുതി പ്രീതി കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അശ്വിൻ പറയാണ്, എന്തൊക്കെ നടന്നാലും ആരൊക്കെ എതിർത്താലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ മുൻകൈ എടുത്ത് നടത്തി തരുമെന്ന് അശ്വിൻ ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ പ്രീതിക്ക് അത് വിശ്വാസമായി. കാരണം അശ്വിനാണ് ആ വീട്ടിലെല്ലാം. അപ്പോൾ അശ്വിൻ ഉറപ്പ് നൽകി കഴിഞ്ഞാൽ പിന്നെ ആരും അതിന് തടയില്ല. അപ്പോൾ പ്രീതിക്ക് അത് സന്തോഷമാവാണ്. പ്രീതി എന്നിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ച് കുറേ സന്തോഷം പ്രകടിപ്പിക്കുക ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആകാശിൻ്റെ വീടാണ്. ആകാശിന് പുതിയൊരു മാരേജ് പ്രപ്പോസൽ ആകാശിൻ്റെ അമ്മ കൊണ്ടുവരികയാണ്. ആ പെൺകുട്ടീനെയൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ.